മലപ്പുറം കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗാനമേളയിൽ RSS ഗണഗീതം പാടിയ സംഭവത്തിൽ വിശദീകരണവുമായി ക്ഷേത്ര ഉപദേശക സമിതി. ദേശഭക്തി ഗാനമാണ് പാടിയത്, രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പരാതിയെന്നും ക്ഷേത്ര ഉപദേശക സമിതി അവകാശപ്പെട്ടു. ക്ഷേത്രത്തിൽ നടന്ന ഗാനമേളയുടെ ഭാഗമായിട്ട് ദേശഭക്തി ഗാനം പാടി എന്നുള്ളതല്ലാതെ ഇതിലേതെങ്കിലും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക സംഘടനകളുടെ പാട്ടോ അവരെ ദൂസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പാട്ടോ ഒന്നും ഇവിടെ നടന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഗാനമേള പുറത്തുള്ള ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നതാണ്. അവരെ നടന്ന 10-15 ആൾക്കാർ വന്ന് വീക്ഷിക്കുന്ന പരിപാടിയാണ്. ഇതിന് അനാവശ്യ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില തൽപര കക്ഷികൾ ചെയ്തത് കൂടുതലായിട്ട് ഇതിനകത്തൊന്നുമില്ല. ദേശഭക്തി ഗാനമാണ് പാടിയേക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നമോ കൊടിതോരണങ്ങളോ ഒന്നും ഇവിടെ ഈ ക്ഷേത്രത്തിലോ പരിസരത്തോ ഒന്നും ഉണ്ടായിട്ടില്ല. ഗാനമേള സമയത്തും അങ്ങനെ യാതൊരുവിധമായിട്ടുള്ള സംഭവങ്ങളും അതിൽ വന്നിട്ടില്ല. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുള്ളാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷമീർ, എന്നാണ് ഗണഗീതം ദേശഭക്തി ഗാനമായത്? ബിനിൽ, കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്ന ഉത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന ഗാനമേളയിലാണ് RSSന് അനുകൂലമായി പാട്ടുപാടിയെന്നും ക്ഷേത്രവളപ്പിൽ കാവിക്കൊടി പ്രദർശിപ്പിച്ചെന്നും പരാതി ഉയർന്നത്. ക്ഷേത്രോപദേശക സമിതി വൈസ് പ്രസിഡന്റ് അഖിലാണ് ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി നൽകിയത്. നാഗർകോവിൽ നൈറ്റ് ബേർഡ്സ് നടത്തിയ ഗാനമേളയ്ക്കിടയിലാണ് നമസ്കരിപ്പു ഭാരതമങ്ങേ എന്ന പാട്ട് ആലപിച്ചത്. RSSന്റെ ഗാനമാണ്. ക്ഷേത്രവളപ്പിൽ ഇതിനോടൊപ്പം തന്നെ കാവിക്കൊടിയും തോരണവും ഉയർത്തിയെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് അഖിലിൽ നിന്ന് മൊഴി സ്വീകരിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ വിശദീകരണവുമായി ക്ഷേത്രോപദേശക സമിതി തന്നെ രംഗത്തെത്തുന്നത്. ഗാനമേളയിൽ ദേശഭക്തി ഗാനമാണ് ആലപിച്ചതെന്നാണ് അവരുടെ ഒരു വാദം. കഴിഞ്ഞ 15 വർഷമായി ഉത്സവത്തിന് ക്ഷേത്രവളപ്പിൽ ആചാരമായി കാവി നിറത്തിലുള്ള കൊടി കെട്ടാറുണ്ടെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല ഇതെന്നും അവർ പറയുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ നാഗർകോവിൽ നൈറ്റ് റൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഗാനമേള സംഘം പറഞ്ഞത് ഇത്തരത്തിൽ RSSന്റെ 2 പാട്ടുകൾ പാടണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടു. ഛത്രപതി ടീംസ് ആണ് അവിടെ ഇത്തരത്തിൽ ഈ ഗാനമേള ബുക്ക് ചെയ്തിരുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു പാട്ട് മാത്രമേ തങ്ങൾക്ക് അറിയാവൂ, അതുകൊണ്ട് ഒരു പാട്ട് മാത്രമേ പാടാൻ കഴിയുകയുള്ളൂ എന്ന് അവരുടെ ഒരു വിശദീകരണം കൂടെ വന്നു. പക്ഷേ ഈ സാഹചര്യം ഇപ്പോൾ ക്ഷേത്രോപദേശ സമിതി തന്നെ പറയുന്നു RSSന്റെ ഗണഗീതം ദേശഭക്തി ഗാനമാണെന്നുള്ളൊരു വാദമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. ആ വിധത്തിലുള്ള ഒരു അവകാശവാദം ഉന്നയിക്കുകയാണ് ഇപ്പോൾ ക്ഷേത്ര ഉപദേശക സമിതി. RSSന്റെ ഗണഗീതം ദേശഭക്തി ഗാനമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കൊടിതാവരണങ്ങളൊന്നും പ്രദർശിപ്പിച്ചില്ല എന്ന് പറയുകയാണ്. നേരത്തെ കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപ്ലവഗാനം പാടി എന്ന് പറഞ്ഞതിനെ BJP അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് മറ്റൊരു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് RSSന്റെ ഗണഗീതം പാടി എന്ന പരാതി കൂടി ഉയർന്നു വന്നിരിക്കുന്നത്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.